ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യയജ്ഞത്തിന്റെ 244 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത SV ആണ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മണൻ മാസ്റ്ററാണ്. നമുക്ക് വേണ്ടി അനുഭവം പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതും ഗൗരി തീർത്ഥ കാസർഗോഡാണ്. സായിരാം. ഗൗരി തീർത്ഥ, അങ്കിള് പറയുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് പറയൂ കേട്ടോ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ കുഴപ്പമില്ല. ആരാണ്? ജാനകി, ഇത് ഓഫ് ചെയ്യൂ. സൈറാം, ജാനകി വീഡിയോ ഓഫ് ചെയ്യൂ, ഇല്ലെങ്കിൽ ഔട്ടാക്കും മോളെ. സൈറാം. മാഷ തുടങ്ങിക്കോളൂ. ഓം ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം. ഗൗരി മോള് പിന്നെ വീഡിയോ ഓൺ ചെയ്ത് ആദ്യം സത്യസായി വാണി വായിക്കുക, അതിനുശേഷം അനുഭവം പറയുക. അപ്പം നീ സെൽഫെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്തോളും. സായിരാം. ഗൗരി. എന്റെ പേര് ഗൗരി തീർത്ഥ. ഭഗവാൻ ശ്രീ സത്യസായി ബാബ 2 തരം അറിവുകൾ. മനുഷ്യൻ വിത്ത് പോലെയാണ്. വിത്ത് മുളച്ച് തൈമരമാവുകയും ക്രമേണ അത് വളർന്ന് മരമായി തീരുകയും ചെയ്യുന്നതുപോലെ മനുഷ്യനും വളർന്ന് പൂർണ്ണതയെ പ്രാപിക്കുന്നു. ഈ ലക്ഷ്യത്തിലെത്താനായി അവൻ വിജ്ഞാനത്തിന്റെ 2 ശാഖകളിൽ പ്രാവീണ്യം നേടിയിരിക്കണം. അതിൽ ഒന്നാമത്തേത് ലോകത്തെ പറ്റിയുള്ള അറിവാണ്, അതായത് പ്രത്യക്ഷമായ ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള ജ്ഞാനം. രണ്ടാമത്തേത് പരലോകത്തെ പറ്റിയുള്ള ജ്ഞാനം തന്നെ. ആദ്യത്തെ ശാഖയിലുള്ള ജ്ഞാനം മനുഷ്യനെ ജീവിക്കാനുള്ള മാർഗം, ജീവന ഉപാധി നൽകുന്നു. രണ്ടാമത്തേത് ജീവിതത്തിന്റെ ലക്ഷ്യം ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യന്റെ ദൈനംദിനാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ട വസ്തുക്കളാണ് ജീവന ഉപാധി എന്ന് പറയുന്നത്. അവ സമ്പാദിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അവ ലഭിക്കാനുള്ള കഴിവ് സമ്പാദിച്ചിരിക്കണം. ജീവിത ലക്ഷ്യത്തെ പറ്റിയുള്ള അറിവ് ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഇങ്ങനെയാണ്: എന്തു നേടാൻ വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്? ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ആരാണ് ഞാൻ? ഈ അന്വേഷണങ്ങൾ സത്യം വെളിവാക്കി തരുന്നു. എല്ലാ മതങ്ങളുടെയും വേദഗ്രന്ഥങ്ങളും അവയിലുള്ള സന്മാർഗിക നിയമ സംഹിതകളും ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പ്രശ്നങ്ങൾ പ്രപഞ്ചത്തിന്റെ അതിർത്തിയെ പോലും ഉല്ലംഘിച്ച് നിൽക്കുന്നവയാണ്. അവയിൽ ചിലത് ഇങ്ങനെയാണ്: നാം ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്ത്? ഈ ജീവിതം ലഭിക്കാനുള്ള അവസരം കിട്ടിയതിന് അർഹത നേടാൻ വേണ്ടി വാസ്തവത്തിൽ നാം എന്താണ് ചെയ്തത്? നാം എന്താണ് ആയിത്തീരേണ്ടത്? ഏറ്റവും ശ്രേയസ്കരമായ വിധത്തിൽ മനുഷ്യന് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാം? ഉത്തരം ഇതാണ്:
നിഷ്കൃഷ്ടമായ വ്യവസ്ഥയനുസരിച്ചുള്ള നിയന്ത്രിതമായ ജീവിത രീതി സ്വീകരിക്കുക. യഥാർത്ഥമായ വിദ്യാഭ്യാസം ഈ അതിർത്തികളും നിയന്ത്രണങ്ങളും ആചരിക്കുന്നതിനുള്ള പരിശീലനം കർശനമായും കൊടുക്കണം. ലോകത്തെക്കുറിച്ചുള്ള വിദഗ്ധമായ അറിവ് നേടാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ജീവിതത്തിലെ പല സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്യണം. ആരോഗ്യ ദൃഢഗാത്രരാകാൻ വേണ്ടി നാം കർശനമായ പഥ്യമുറകൾ ആചരിക്കുന്നു. എന്തായാലും നാം ഉചിതമായ രീതിയിൽ ചിട്ടയായ ശിക്ഷണം സ്വീകരിക്കുന്നു. ചിട്ടയായ ജീവിതചര്യ കൊണ്ടും ശരിയായ ചിന്ത കൊണ്ടും എന്താണ് നേടുന്നത്? നിയമങ്ങളും വ്യവസ്ഥകളും ആദ്യം പ്രാഥമികമായിരിക്കും. അതിനുശേഷം അവ ഇന്ദ്രിയാതീതമായ മേഖലകളെ പറ്റി ബോധവാന്മാരാക്കാൻ നമ്മെ കഴിവുള്ളവരാക്കുന്നു. അനന്തരം ഒരു വ്യക്തിക്ക് സ്വന്തം മനസ്സിന് പോലും എത്തിപ്പിടിക്കാനാവാത്ത ലോകത്തേക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ ശക്തികൾ ഉപയോഗിച്ചാലും ചെന്നെത്താനാവാത്ത മേഖലകളിൽ നിന്നും അതിവിദൂരമായ ഇടങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. അവസാനം സത്യത്തെപ്പറ്റി ആ വ്യക്തി ബോധവാനാവുകയും അതിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. അതായത് എല്ലാ വസ്തുവിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഏകമായ വസ്തുവാണ് താൻ എന്നുള്ള ബോധം അവന്റെ മനസ്സിൽ തെളിയുന്നു. ഈ ബോധത്തിലും വിശ്വാസത്തിലും ഉറച്ചു കഴിയുമ്പോൾ അവൻ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ നേട്ടം. വിദ്യാഭ്യാസ പ്രക്രിയയുടെ പരമകാഷ്ഠ അതായത് വിദ്യ. ആ പ്രക്രിയയുടെ സമയത്ത് വിദ്യ ആകസ്മികമായി ആദർശത്തിലധിഷ്ഠിതമായ ഒരു സമുദായത്തിന്റെ രൂപരേഖയെ പറ്റിയുള്ള ശിക്ഷണം നൽകുന്നു. മനുഷ്യനും തമ്മിൽ അഭിലഷണീയമായ ബന്ധം പുലർത്തേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിക്കുന്നു. ജനവർഗങ്ങൾ, രാഷ്ട്രങ്ങൾ, സമുദായങ്ങൾ ഇവ തമ്മിൽ പ്രയോജനപ്രദങ്ങളായ സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കാനും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും നല്ല മാതൃകകളായി തീരാനും വിദ്യ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യ പുരോഗതിക്ക് ഇവയെല്ലാം എത്രമാത്രം ആവശ്യമാണോ അത്രമാത്രം ആഴത്തിൽ അവന്റെ ഹൃദയത്തിൽ വിദ്യ ഇവ പ്രതിഷ്ഠിക്കുന്നു. എല്ലാ തൊഴിലിലും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് സത്യവും ആദർശവും മുറുകെ പിടിക്കേണ്ടത്. അധ്യാപകർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ സമൂഹം വിപത്തിലാകും. ലോകപരിജ്ഞാനമില്ലാത്ത ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങൾ അധ്യാപകരുടെ കൈകളിൽ കൂടി കടന്നു പോകുന്നു. അവരുടെ വ്യക്തിത്വത്തിന്റെയും ശിക്ഷണത്തിന്റെയും സ്വാധീനം ഏറ്റവും വലുതും ശാശ്വതവുമാണ്. അതുകൊണ്ട് അധ്യാപകൻ ദുശീലങ്ങളിൽ നിന്നും മുക്തനായിരിക്കണം. കാരണം മുതിർന്നവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റ രീതിയും കുട്ടികളിൽ യാന്ത്രികമായി സ്വീകരിക്കുന്നു. ഇത് എന്നും നിലനിൽക്കുന്ന ഒരു അപകടമാണ്. ആയിരക്കണക്കിന് കുട്ടികളുടെ മേൽ ഈ ദുശീലങ്ങൾ സ്വാധീനം ചെലുത്തുമ്പോൾ സമൂഹം ദൂഷിക്കുന്നു. കാലക്രമത്തിൽ കുൽസിതമായ ഈ സമൂഹം അധ്യാപകനെയും മറ്റൊരു തരത്തിൽ ദുഷിപ്പിക്കുന്നു. ഭഗവാനെ, ഈ പാഠമാണ് നീ എന്നെ പഠിപ്പിച്ചത് എന്നൊരു ഗാനമുണ്ട്. അധ്യാപകൻ സ്വന്തം വിദ്യാർത്ഥികളാൽ തന്നെ ആക്ഷേപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തേക്കാം. അതുകൊണ്ട് അധ്യാപകൻ ശ്രേഷ്ഠമായ ഗുണങ്ങൾ കൊണ്ട് സ്വയം യോഗ്യത വരുത്തണം. ഒരു രാജാവിനെ രാജ്യത്തിനകത്തുള്ളവർ മാത്രമാണ് ബഹുമാനിക്കുന്നത്. അതിന്റെ അതിർത്തിക്കകത്തു മാത്രമാണ് അദ്ദേഹം ആദരിക്കപ്പെടുക. എന്നാൽ ഒരു വ്യക്തി ധർമ്മം ആചരിക്കുന്നവനാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ആരാധിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യും. ഒരുവന് അനുപമമായ ശരീര സൗന്ദര്യം ഉണ്ടെന്നു വരാം. അവന് ഊർജ്ജസ്വലമായ യൗവനവും ഉണ്ടായേക്കാം. ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന്റെ അവകാശിയാണെന്ന വീരവാദവും ഉയർത്താം. കീർത്തികേട്ട പണ്ഡിതനായേക്കാനും ഇടയുണ്ടാവാം. പക്ഷേ ആത്മീയമായ അച്ചടക്കം പ്രദാനം ചെയ്യുന്ന വിദ്യ ഇല്ലെങ്കിൽ അവൻ സുഗന്ധമില്ലാത്ത പുഷ്പമാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വളരെ ചെറുപ്പമായിരുന്നപ്പോൾ അമ്മയുടെ കൂടെ ശ്രാവണനും
മാതാപിതാക്കന്മാരോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയും എന്ന നാടകം കാണാൻ പോയി. ശ്രാവണനെ പോലെ ആയിത്തീരണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഹരിശ്ചന്ദ്ര നാടകവും ഗാന്ധി കണ്ടു. ആ നാടകം അദ്ദേഹത്തിനെ വളരെയധികം സ്പർശിച്ചു. ഹരിശ്ചന്ദ്രനെ പോലെ സത്യത്തിനു വേണ്ടി ജീവിക്കുമെന്നും കൊച്ചുഗാന്ധി തീരുമാനമെടുത്തു. ഇവയെല്ലാം അദ്ദേഹത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് അദ്ദേഹം മഹാത്മാവായി. ഗാന്ധിജി സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ തെറ്റായ വഴിയിൽ നയിച്ചിരുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉപദേശം ഗാന്ധിജി സ്വീകരിച്ചില്ല. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഴിഞ്ഞു. ഈ ഭാരതഖണ്ഡത്തിൽ ആയിരക്കണക്കിന് ദീർഘദൃഷ്ടികളായ മഹാത്മാക്കളുണ്ട്. ആത്മവിദ്യ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ ഉദാഹരണങ്ങളാണ് നാം അറിയിക്കേണ്ടത്. ഭാരത സംസ്കാരം, അതായത് സനാതനധർമ്മം, ഭാരതീയരാൽ മാത്രമല്ല ലോക ജനതയാൽ തന്നെ ഉന്നത മൂല്യങ്ങളുള്ളതായി കൊട്ടിഘോഷിക്കപ്പെട്ടതാണ്. വിശ്വവിഖ്യാതമായ ഈ പ്രസിദ്ധിയുടെ കാരണം അത് വേദങ്ങളിൽ അധിഷ്ഠിതമായ കൊണ്ടുതന്നെ വേദോഖിലോ ധർമ്മ മൂലം. വേദങ്ങൾ സദാചാര തത്വങ്ങളുടെ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ ഉറവിടമാണ്. എല്ലാ ജീവജാലങ്ങളിലും ശ്രേഷ്ഠത്വം സമ്പാദിച്ച മനുഷ്യനെ അവൻ എത്തിച്ചേർന്നിട്ടുള്ള ഉന്നതമായ അവസ്ഥയിൽ തന്നെ നിലനിർത്താനും നാശനഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും വേണ്ട നിയമങ്ങളാണ് ധർമ്മം എന്ന വാക്ക് വ്യഞ്ജിപ്പിക്കുന്നത്. ഒരു വ്യക്തി ജീവിതത്തിൽ സ്വീകരിക്കേണ്ട, അനുസരിക്കേണ്ട എല്ലാ കർത്തവ്യകർമ്മങ്ങളും മറ്റുള്ളവരോടുള്ള കടപ്പാടുകളും അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ആകുന്ന സമ്പത്തുകൾ സൂക്ഷിക്കുന്ന വലിയ പെട്ടിയാണ് വേദങ്ങൾ. ജയ് സായിറാം. സായിറാം മോളെ നന്നായി വായിച്ചു. ഇനി മോളെ അനുഭവം പറഞ്ഞോളൂ. അപ്പൊ അന്നേരം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു കുറച്ചു നേരം ഒന്ന് വീഡിയോ ഓൺ ചെയ്യും മോളെ. കുറച്ചു നേരം ആരാണെന്ന് കാണാൻ. ഓക്കെ, അനുഭവം പറയുമ്പോ കാണിച്ചു. സായിറാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ബാലവികാസ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചത് സ്വാമിയുടെ എനിക്കുള്ള വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറെ നല്ല ശീലങ്ങളും കുറെ ശ്ലോകങ്ങളും അനവധി മൂല്യകഥകളും പഠിക്കാൻ ബാലവികാസിലൂടെ എനിക്ക് കഴിഞ്ഞു. സഹജീവികളോട് ആദരവും സ്നേഹവും ഉണ്ടാകാനും ബാലവികാസ് ക്ലാസ് സഹായിച്ചു. എന്നിലുള്ള ഒരേ ചൈതന്യമാണ് എല്ലാത്തിലും ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ സത്യസായി സേവാ സമിതി കാഞ്ഞങ്ങാടാണ്. ചെറുപ്പത്തിൽ തന്നെ ബാലവികാസുമായി ബന്ധപ്പെട്ട് ഞാൻ സമിതികളിൽ പോയിരുന്നു. സമിതിയിൽ നിന്ന് ഞാൻ ഭജന പഠിച്ചു. സമിതിയിൽ ഭജന പാടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ബാലവികാസിലെ ഗ്രൂപ്പ് പരീക്ഷകൾ ഉയർന്ന മാർക്കിൽ ഞാൻ പാസ്സായി. എന്റെ സഹപാഠികൾ തെറ്റ് ചെയ്യാൻ തുനിയുമ്പോൾ ഞാൻ അവരെ തടയാറുണ്ട്. അതിനാൽ എന്റെ ഒന്നിച്ചുള്ള കൂട്ടുകെട്ട് അവരുടെ മാതാക്കൾ ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ പല അവസരങ്ങളിലും ഭാഗ്യത്തിന്റെ രൂപത്തിൽ സ്വാമി എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾക്കും സഹോദരനും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ കൂടി ഉൾപ്പെടുത്തും. എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എനിക്ക് അവസരം നൽകണേ സ്വാമി. എല്ലാവരെയും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാനും എനിക്ക് അവസരം നൽകണേ. നന്മ ചെയ്യാനും ചിന്തിക്കാനും പറയാനും ഉതകുന്ന ത്രികരണ ശുദ്ധി നൽകണേ. സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സൗഖ്യം നൽകണേ സ്വാമി. ജയ് സായിറാം. സായിറാം, കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി സമയമുണ്ട്. വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ പ്രസന്റേഷൻ ചെയ്യാം.
మాటలు కూడాను మృదుమధురంగా మాట్లాడండి. Talk sweetly. దీనికి రఫ్ గా మనం మాట్లాడుకుంటాం. Never be harsh. You cannot always oblige, but you can speak always obligingly. You cannot always oblige. You can speak obligingly. మృదుమధురంగా మాట్లాడు. Talk softly and sweetly. అమ్మా ఏం చేస్తున్నారు అని ఎవరైనా వచ్చి చాలా మృదుమధురంగా మాట్లాడితే నీకెందుకు పో అనేది వాడు గడిచి చేయకూడదు. If anyone asks you what are you doing, you say, how are you concerned? You should not say that. అది సేవ కాదు, హర్ట్ అవుతుంది. It's not service, it's hurting. కనుకనే అది అంటి మాటలు మాట్లాడకూడదు. Never be harsh to others. ఎవరిని కఠినమైనటువంటి పలుతో హృదయాన్ని గాయం చేయకూడదు. Never hurt anybody by using harsh words. దేవునికి ఎక్కడైనా గాయం అయిపోతే దానికి బ్యాండేజ్ కట్టచ్చును, దాన్ని మాపుకోవడానికి మందులు వేయచ్చును. For any wound you can put some medicine, put some bandage. కానీ మాటతో దెబ్బతిన్నటువంటి హృదయానికి బ్యాండేజ్ కట్టడానికి But the wound because of the words can never be healed. నేను అందుకోసం ఎంత కోపం వచ్చినా ప్రేమ ప్రేమ ప్రేమ. ఏ అబ్బాయి ఎట్లున్నావు? Swami always says, oh boy, how are you? అంతా ప్రేమనే. He's so full of love, Swami. ప్రేమతో మాట్లాడు. Talk with love. కానీ ఆ ప్రేమ మనం అభివృద్ధి చేసుకుంటే వస్తుంది. Yes, you can develop love on your మొట్టమొదటి ప్రకృతి భావంతో మన ప్రేమను పెంచుకోవాలి. You start with the feeling of the nature. తర్వాత అదే డివైన్ ప్రేమగా మారుతుంది. Then that gets transformed into the divine love. డివైన్ లవ్ గా తయారవుతుంది. That becomes divine love. డివైన్ లవ్ వచ్చినప్పుడే With this advent of divine డివైన్ love, పర్సన్ గా మారిపోతావు. you become divine person. ప్రపంచమంతా ఉన్నది ఒక్కటే ఒక్కటే ఒక్కటే. In fact, the whole of the world, there's only one thing that exists. అలాంటి ఏకత్వానికి మనం ప్రయత్నం చేయాలి. That oneness we should attain. സായിരാം ഭജന പാടിക്കണു മോളെ. രാസവിലോലാ നന്ദലാലാ രാസവിലോലാ നന്ദലാലാ രാധാ മാധവ നന്ദലാലാ രാധാ മാധവ നന്ദലാലാ രാസവിലോലാ നന്ദലാലാ നന്ദകിശോര നന്ദലാലാ നന്ദകിശോര നന്ദലാലാ നവനീത ചോര നന്ദലാലാ സായി നവനീത ചോര നന്ദലാലാ രാസവിലോല നന്ദലാലാ രാധാ മാധവ നന്ദലാലാ രാസവിലോല നന്ദലാലാ നന്ദകിശോര നന്ദലാലാ നവനീത ചോര നന്ദലാലാ സായി നവനീത ചോര നന്ദലാലാ രാസവിലോല നന്ദലാലാ. നമ്മള് ഒരു ഭജനയും കൂടെ പാടും, സമയമുണ്ടല്ലോ. നമ്മള് നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു ഭജന കൂടെ പാടും. അതെ, നന്നായി പാടി. അവളും സായി മഹിമയും നന്നായി പാടും. രണ്ടുപേരും നന്നായിട്ട് പാടും. ഒരു ഭജനയും കൂടി മോള് പാടുന്നില്ലേ? ഗൗരി, ഒരു ഭജനയും കൂടെ പാടൂ. ദത്ത ഗുരു ദത്ത ഗുരു ദത്താത്രേയ ഗുരു ദത്ത ഗുരു ദത്ത ഗുരു ദത്താത്രേയ ഗുരു സായിനാഥ ദീനനാഥ ബ്രഹ്മരൂപ ഗുരു സായിനാഥ ദീനനാഥ ബ്രഹ്മരൂപ ഗുരു ദത്ത ഗുരു ദത്താത്രേയ ഗുരു അലക് നിരഞ്ജന ഭവഭയഭഞ്ജന ദത്താത്രേയ ഗുരു
अलक् निरञ्जन भवभयभञ्जन दत्तात्रेय गुरु, दत्तात्रेय गुरु, साईनाथ गुरु, दत्त गुरु, दत्त गुरु, दत्तात्रेय गुरु, साईनाथ दीननाथ ब्रह्मरूप गुरु, दत्त गुरु, दत्त गुरु, दत्तात्रेय गुरु, अलक् निरञ्जन भवभयभञ्जन दत्तात्रेय गुरु, अलक् निरञ्जन भवभयभञ्जन दत्तात्रेय गुरु, दत्तात्रेय गुरु, साईनाथ गुरु, दत्त गुरु, दत्त गुरु, दत्तात्रेय गुरु. Very good, മോളെ. ആ സായിരാം. സായിരാം ഭംഗിയായി പാടി മോളെ. സായിരാം. സായി ഉപമ 10 തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും പാപങ്ങൾ ചെയ്യാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ആത്മാനന്ദം അനുഭവിക്കുന്നതാണ്. സായിരാം. സായി ഉപമ 10 തരത്തിലുള്ള ചെയ്യാതിരിക്കാൻ നാം എക്കോ വരുന്നുണ്ട്. ആത്മാനന്ദം അനുഭവിക്കുന്നതാണ് പ്രധാനമെന്ന് ഒരു ധ്യാനി കരുതുന്നു. എന്നാൽ ലോക നന്മയും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നടപ്പിലാക്കുന്നതിനായി ഒരു വ്യക്തി ശാരീരികവും വാചികവും മാനസികവുമായ സ്വഭാവങ്ങളെ നിയന്ത്രണ വിധേയം ആക്കണം. മറ്റൊരു ജീവന് അപായം വരുത്തുക, ന്യായരഹിതമായ ആഗ്രഹങ്ങൾ പുലർത്തുക, കളവ് ചെയ്യുക എന്നിവ ശാരീരികമായ ദുസ്വഭാവങ്ങളാണ്. തെറ്റായ അറിയിപ്പ് നൽകുന്നത്, ക്രൂരമായ സംഭാഷണം, അസൂയ, അസത്യം പറയുക എന്നിവ വാചികമായ ദുസ്വഭാവങ്ങളാണ്. ലോഭം, അസൂയ, ഈശ്വര നിഷേധം എന്നിവ മാനസികമായ ദുസ്വഭാവങ്ങളാണ്. ധ്യാനത്തിന്റെ പാത അനുധാവനം ചെയ്യുന്ന, അതായത് പിന്തുടരുന്ന ഒരാൾ, ഒരു സാധകൻ, ഈ 10 ശത്രുക്കളെയും തന്റെ സമീപത്ത് വരുവാൻ അനുവദിക്കരുത്. അവയെ പൂർണ്ണമായും നിരാകരിക്കണം. സാധകന് ആവശ്യമായ ഉയർച്ചയിലേക്ക് നയിക്കുന്ന സ്വഭാവങ്ങൾ അല്ലാതെ ബാക്കിയെല്ലാം അധപ്പതനത്തിലേക്ക് നയിക്കുന്നവയാണ്. അവയെ ഒരാൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. ശുഭമായ കാര്യം മാത്രം പറയുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക. എന്നാൽ ശുഭം മാത്രമാണ് മംഗളമായത്, മംഗളം മാത്രമാണ് ശിവമായത്. ശിവനിൽ ലയിക്കുവാനായ ഉപകരണമാണ് മംഗളം. ജയ് സായിരാം. സായിരാം. ശാന്തി മന്ത്രം ജപിക്കട്ടെ. പരിശ്രമം എന്നൊക്കെ പറയാനുണ്ട്. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.